അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൻ്റെ ഉത്തമ അടിമകളിൽ ഇബാദിങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരത്ഭുത ഇസ്മാണ് കേട്ടോ. ഇസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിൽ ഉപകാരം ലഭിക്കുന്ന, ഒരുപാട് തരത്തിൽ ഫലം ലഭിക്കുന്ന ഒരത്ഭുത ഇസ്മ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല ഐശ്വര്യപൂർണമായിട്ടുള്ള, നല്ല രീതിക്കുള്ള ഒരു ജീവിതം, വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടാണ്ട് നമുക്ക് നല്ലൊരു വീട്, അതുപോലെ തന്നെ നല്ലൊരു വാഹനം, അതുപോലെ സ്വാലിഹത്തായിട്ടുള്ളൊരു ഭാര്യ, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല രീതിക്കുള്ള ഒരു ജോലി, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലേ. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും ഐശ്വര്യപൂർണ്ണമാക്കുന്ന ഒരു ഇസ്മാണ്. ഡെയിലി മനസ്സറിഞ്ഞിട്ട് കഴിയുന്നത്ര എണ്ണം പതിവാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമുക്ക് തരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഇതിൽ പൂർണ്ണ വിശ്വാസമാണ്. വിശ്വാസത്തോടു കൂടെ ചെയ്താലേ ഫലം ലഭിക്കുള്ളൂ. വിശ്വാസം അല്ലാണ്ട് കിട്ടുകയാണെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ പോയി എന്നുള്ള രീതിക്കാണെങ്കിൽ ഉറപ്പായിട്ടും പടച്ച റബ്ബ് തരൂല എന്നുള്ളതാണ്. എന്താണെങ്കിലും നല്ല വിശ്വാസത്തോടു കൂടെ, നല്ല ഈമാനോടു കൂടെ, നല്ല യഖീനോടു കൂടെ ചെയ്താൽ, ചൊല്ലിയാൽ ഫലമുറപ്പ് ഇൻഷാ അല്ലാഹ്. യാതൊരു ഡൗട്ടും വേണ്ട. വിഷയത്തേക്ക് വരാം. ഏതാ ഇസ്മ അറിയോ? യാ വാസിഉ യാ അല്ലാഹ്. യാ വാസിഉ, യാ വാസിഉ. ഇതിൻ്റെ അർത്ഥം തന്നെ വിശാലത ചെയ്യുന്നവനെ എന്നാണ്. ഉസ്അ എന്നുള്ളത്, വിശാലത എന്നുള്ളത്, അത് പടച്ച റബ്ബിന് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും പടച്ച റബ്ബിൻ്റെ വേണ്ടുക, പടച്ച റബ്ബിൻ്റെ ഇറാദത്തുണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ അല്ലേ. അതേപോലെ എല്ലാറ്റിനും കഴിവുള്ളവൻ പടച്ചോനാണ്. ആ പടച്ചോൻ്റെ കരുതൽ, ആ പടച്ചോൻ്റെ ഇറാദത്ത് അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ യാ വാസിഉ യാ വാസിഉ എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് പടച്ചോനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ വിശാലത ഒന്ന് തരും. യാതൊരു ഡൗട്ടും വേണ്ട. 24 മണിക്കൂറുണ്ട്. അതിൽ കഴിയുന്ന ഒരു ടൈം നമ്മൾ നിശ്ചയമായിട്ടും അതിന് മാറ്റി വെച്ചിട്ട് കഴിയുന്നത്ര നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം, കഴിയുന്നവരെണ്ണം, പക്ഷേ എല്ലാ ദിവസവും പതിവാക്കുക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ അമൽ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സാമ്പത്തികമായിട്ടുള്ള വിശാലതയും, അതുപോലെ കടക്കണികളിൽ നിന്നുള്ള രക്ഷയും, അതുപോലെ ലോണുകൾ നമുക്കറിയാം ഹറാമാണ്, പക്ഷേ നമ്മളൊക്കെ പെട്ടുപോയി. ഇതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ പടച്ച റബ്ബ് രക്ഷ തരും. യാതൊരു ഡൗട്ടും വേണ്ട. ഈമാനോടുകൂടെ, യക്കീനോടുകൂടെ, ഉറപ്പോടുകൂടെ ഇൻഷാ അല്ലാഹ് ചെയ്യുക. വഫഖനല്ലാഹ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.